നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദാണ്. നമസ്കാരം. നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഒരു ഇന്ത്യക്കാരൻ കുവൈത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് മണിക്കൂറുകൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതായത് ഇറാൻ വീണ്ടും ഗൾഫ് മേഖലകളിൽ ആക്രമണം തുടങ്ങിയെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി തുടരുകയാണോ? അതെ, മേഘ ചോദിച്ച ചോദ്യം ഇറാൻ ആക്രമണം തുടരുകയാണ് എന്ന നിലയിലാണ്. പക്ഷെ ഇറാനിൽ നിന്ന് ഇറാന്റെ അധികൃതർ അതുപോലെ IRGC ഒക്കെ പറയുന്നത് അത് പ്രത്യാക്രമണമായിരുന്നു എന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെ കുവൈറ്റിലെ ഈ എയർപോർട്ടിന്റെ ടെർമിനൽ 1 നടന്ന ആക്രമണം തങ്ങൾ നടത്തിയതല്ല എന്ന് ഔദ്യോഗികമായി തന്നെ IRGCയുടെ വക്താവ് വ്യക്തമാക്കുകയും ചെയ്ത ഒരു സമയമാണ്. നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഈ കഴിഞ്ഞ 3 മാസങ്ങളായി നമ്മൾ ഫെബ്രുവരി 28-ന് മുൻപും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള പല ദിവസങ്ങളിലും ഇരുന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുമ്പിലൂടെ കടന്നുപോയ കഴിഞ്ഞ 3 മാസങ്ങളാണ്. അപ്പൊ നമുക്കൊരു നാൾ വഴിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ എന്താണ്? നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വലിയ യുദ്ധസമാനമായ സാഹചര്യം, പ്രത്യേകിച്ചും ഒരു ഘട്ടത്തിൽ, അതായത് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെടും മുമ്പ് അദ്ദേഹം പറഞ്ഞ ഈ പ്രാദേശിക യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെയുള്ള നിലയിലുള്ള അത്തരം വാർത്തകൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ചും കുവൈറ്റ്, ഏറ്റവും ഒടുവിൽ കുവൈറ്റിലേക്ക് ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളെ 24 മണിക്കൂറിനുള്ളിൽ പിൻവലിക്കണമെന്നതടക്കം, നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് പശ്ചിമേഷ്യയിൽ സ്വാഭാവികമായിട്ടും ഒട്ടും സുഖകരമല്ല, അല്ലെങ്കിൽ ആശ്വാസകരമല്ല കാര്യങ്ങൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. അത് പറയുമ്പോഴും ആർക്കാണ് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ താല്പര്യമെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതുണ്ട്. 3-4 ദിവസം മുമ്പാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ചിലപ്പോൾ അതിന്റെ അന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് യുദ്ധം അവസാനിക്കുന്നു, ലോകത്തെ മുഴുവൻ ആശ്വസിപ്പിക്കുന്ന പ്രഖ്യാപനം ഇതാ വരാൻ പോകുന്നു. ട്രംപ് അതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം തന്നെ നൽകുന്ന സാഹചര്യം. മാർക്കോ റൂബിയോ, US സ്റ്റേറ്റ് സെക്രട്ടറി, അതിനെ അനുകൂലിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന തീരുമാനം മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ അതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ ഹെഡ്ലൈൻ മാറുകയാണ്. വീണ്ടും അമേരിക്ക ഇറാന്റെ ചില കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നും അതുപോലെ തിരിച്ചടിച്ചു എന്നും ഒക്കെയുള്ള വാർത്തകൾ പിന്നീട് വരുന്നു. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്ന ഹോമൂസിലെ ഖെഷാം ദ്വീപിലേക്ക്, ഖെഷാം ഐലൻഡിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണമാണല്ലോ. അപ്പൊ അതിന്റെ പ്രത്യാക്രമണം എന്ന നിലയിൽ തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ പറയുന്നത്. കൃത്യമായ 2 സോഴ്സുകൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അതൊന്ന് ബഹ്റിനിലെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമാണ്. അവരുടെ ആസ്ഥാനത്ത് നിന്ന്, 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനത്ത് നിന്നാണ് ഈ ദ്വീപിന് നേരെ, ഖെഷാം ദ്വീപിന് നേരെ ആക്രമണം ഉണ്ടായത്. അത് ഒരു സ്പോട്ട്. രണ്ടാമത്തെ ഈ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് കുവൈറ്റിലെ അമേരിക്കയുടെ എയർബേസ്. അപ്പൊ ഈ 2 ഇടങ്ങളിലേക്കുമാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇറാൻ പറയുന്നത്. അതേസമയം കുവൈറ്റ് എയർപോർട്ടിലേക്ക് ഇപ്പോൾ ഒരു മധ്യപ്രദേശുകാരൻ കൊല്ലപ്പെടുകയും അതുപോലെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാൻ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് അത് അമേരിക്കൻ പാട്രിയോട്ട് സിസ്റ്റത്തിന്റെ, ഇപ്പൊ കുവൈറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന അമേരിക്കയുടെ പാട്രിയോട്ട് സിസ്റ്റത്തിന്റെ പിഴവാണ്. അങ്ങനെ ഒരു മിസൈലാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു പിഴവിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഫോടനമാണ് കുവൈറ്റ് എയർപോർട്ടിൽ ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പൊ അത് അവർ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ടി വരുന്നത് 1-2 മാസങ്ങൾക്കെങ്കിലും മുമ്പാണ്, യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ട്. കുവൈറ്റിൽ ആദ്യം അത് ഇറാനിലെ ചില മാധ്യമങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു അമേരിക്കയുടെ അത്യന്താധുനിക പോർവിമാനങ്ങൾ എന്ന നിലയിൽ വാർത്ത നൽകിയിരുന്നു. എന്നാൽ പിന്നീട് കുവൈറ്റ് സൈന്യം അത് തങ്ങളുടെ പിഴവാണ് സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു F-35 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ F-16, അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ 2 പോർവിമാനങ്ങൾ വെടിവെച്ചിടുന്ന ഒരു സാഹചര്യം, അത് കുവൈറ്റിന് സംഭവിച്ച പിഴവാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷകരെങ്കിലും പറഞ്ഞു, ഇറാൻ ഉപയോഗിക്കുന്ന ഈ ബെയ്ദു, അമേരിക്കയുടെ ഈ GPS-ന് സമാന്തരമായ സിസ്റ്റം ബെയ്ദു, ഇവരുടെ ഇന്റലിജൻസിൽ പോലും, അമേരിക്കൻ ഇന്റലിജൻസിൽ പോലും, അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളിൽ പോലും കടന്നു കയറിക്കൊണ്ട് തെറ്റായ ചില സൂചനകൾ നൽകുന്നു. അങ്ങനെ നൽകുന്ന തെറ്റായ സൂചനകൾ പലപ്പോഴും ഇത്തരത്തിൽ ഇറാന്റെ ശത്രു രാജ്യങ്ങളെ, അല്ലെങ്കിൽ ശത്രു പാളയത്തിൽ നിൽക്കുന്ന സൈനിക കേന്ദ്രങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇത് ശത്രു വിമാനങ്ങളാണ് എന്നൊരു സന്ദേശം കൈമാറപ്പെടുകയായിരുന്നു. കുവൈറ്റ് സൈന്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു സന്ദേശം കിട്ടുകയും
ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റെസ്പോണ്ട് ചെയ്തതാണ്. അങ്ങനെയാണ് രണ്ട് അത്യന്താധുനികമായ പോർവിമാനങ്ങൾ താഴെ പോയത് എന്ന നിലയിലൊക്കെയുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതേ കുവൈറ്റിലാണ് വീണ്ടും ഈ നിലയ്ക്ക് പ്രധാനപ്പെട്ട വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1-ൽ ഒരു ആക്രമണം ഉണ്ടാവുകയും അവിടെ ഒരാൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് ഇറാൻ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഇത്തരം രാജ്യങ്ങളിലൊക്കെ വലിയ ഈ മീഡിയ സെൻസർഷിപ്പ് നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എത്രയാണെന്ന് അറിയാൻ ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ എടുക്കേണ്ടി വരും. എത്ര നാശനഷ്ടം ഉണ്ടായെന്നറിയാൻ, എത്ര പേർ കൊല്ലപ്പെട്ടു എന്നറിയാൻ, എത്ര പേർക്ക് പരിക്കേറ്റു എന്നറിയാൻ ഒക്കെയുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. ഇവിടെ ഒന്നുമുള്ള ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങൾക്കോ ഒന്നും തന്നെ ഇവിടുത്തെ മണ്ണിൽ നിന്നുകൊണ്ട്, ഈ മണ്ണിൽ നിന്നുകൊണ്ട്, പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്നുകൊണ്ട് വാർത്തകൾ അങ്ങനെ ലഭിക്കുന്ന വാർത്തകളൊക്കെ സുതാര്യമായി കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക സാധ്യമല്ല. കൃത്യമായ മീഡിയ സെൻസർഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ഈ ആർക്ക് വേണ്ടിയുള്ള യുദ്ധം, ട്രംപ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഞാൻ മൊജ്തബ ഖാംനെയെ കാണാം. കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറായിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ അഭിമുഖം വന്നിട്ട്. ഞാൻ മൊജ്തബ ഖാംനെയെ, ഇറാന്റെ നിലവിലുള്ള പരമോന്നത നേതാവ് മുസ്തഫ ഖാംനെയെ കാണാൻ കാത്തിരിക്കുകയാണ്. ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആണ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി. ഞങ്ങളുടെ കൂടിക്കാഴ്ച ഉടനെ ഉണ്ടാകും. അദ്ദേഹം നേരിട്ട് ഈ ചർച്ചകളിലൊക്കെ ഏർപ്പെടുന്നു എന്ന് പറയുന്ന ട്രംപ്, ഒരു അഭിമുഖത്തിൽ അങ്ങനെ പറയുന്ന ട്രംപ്, അതേസമയം മറ്റൊരു അഭിമുഖത്തിൽ ഈ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ നെതന്യാഹുവിനെ ട്രംപ് ഭ്രാന്തൻ എന്ന് വിളിച്ചു, നന്ദി കെട്ടവൻ എന്ന് വിളിച്ചു, ഞാനില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ എന്ന് ട്രംപ് പറഞ്ഞു എന്നൊക്കെയുള്ള ആക്സിയോസ് എന്ന മാധ്യമത്തിന്റെ വിശദീകരണം, അല്ലെങ്കിൽ അവർ പുറത്തുവിട്ട ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് കഴിഞ്ഞ മണിക്കൂറുകൾ തന്നെ ഒരു അഭിമുഖത്തിൽ, ഒരു പോഡ്കാസ്റ്റിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ട്രംപ് സ്ഥിരീകരിക്കുന്നു. ശരിയാണ്, എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു എന്ന്. ആ നിലയ്ക്കാണ് പ്രത്യേകിച്ചും ലബനനിൽ ഇസ്രയേൽ തുടങ്ങുന്ന ആക്രമണം അത് ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്ക് വിലങ്ങുതടിയാകുന്നു എന്ന് അദ്ദേഹം ആ പോഡ്കാസ്റ്റിലും മാധ്യമപ്രവർത്തകരോടും ഒക്കെ തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആർക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, ആരാണ് ഇനി സമാധാനത്തിന് തടസ്സം നിൽക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതേസമയം അതിപ്രധാനമല്ല എങ്കിൽ പോലും US-ന്റെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, ജനപ്രതിനിധി സഭ, ഈ യുദ്ധത്തിൽ നിന്ന്, ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നും സൈന്യത്തെ തിരിച്ചു വിളിക്കണമെന്നുമുള്ള പ്രധാനപ്പെട്ട ഒരു പ്രമേയം കഴിഞ്ഞ മണിക്കൂറുകളിൽ പാസാക്കി എന്നുള്ളതും, അത് ഇപ്പോ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കൂടി അതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് 208-നെതിരെ 215 വോട്ടുകൾക്ക് US-ന്റെ ഈ ജനപ്രതിനിധി സഭ അങ്ങനെ ഒരു പ്രമേയം പാസാക്കുന്നു എന്ന് പറയുന്നത് അതീവ ഗൗരവതരമല്ലെങ്കിലും അത് ഗൗരവതരമാണ്. കാരണം അമേരിക്കയിലെ ജനങ്ങൾക്കോ അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കോ പോലും അതിന് സെനറ്റിലേക്ക് വരണം. സെനറ്റില് സ്വാഭാവികമായിട്ടും റിപ്പബ്ലിക്കൻസിന് കൂടുതൽ ഭൂരിപക്ഷമുള്ള സഭയാണ്. അവിടെ പാസ്സാകാനുള്ള സാധ്യത കുറവാണ്. ഇനി സാധ്യത അങ്ങനെ പാസ്സായാൽ തന്നെ ചിലപ്പോ ട്രംപിന് അത് വീറ്റോ ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പോലും ഇത് ആർക്ക് വേണ്ടിയുള്ള യുദ്ധം എന്ന ചോദ്യം വളരെ പ്രധാനമായി മുഴങ്ങി നിൽക്കുന്ന ഒരു സമയം, പ്രത്യേകിച്ചും അമേരിക്കൻ കോൺഗ്രസ് തന്നെ, അവിടുത്തെ ജനപ്രതിനിധി സഭ തന്നെ ഇറാനെതിരായ ഈ യുദ്ധത്തെ പരിപൂർണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെ, അതോടൊപ്പം ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അബദ്ധത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ തെറ്റുപറ്റിയിട്ടാണെങ്കിൽ പോലും കുവൈത്തിന് നേരെ ഒരു പ്രകോപനം ഉണ്ടാകുമ്പോൾ ഗൾഫ് മേഖലകളും ഇതുപോലെ തന്നെ ഈ കലുഷിതമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുമില്ലേ? ഉറപ്പായിട്ടും ഈ രാജ്യങ്ങളൊക്കെ തന്നെ അതിശക്തമായി അപലപിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ GCC രാജ്യങ്ങൾ, അതൊരു വല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. GCC ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്ന 6 രാജ്യങ്ങൾ. അത് അറിയാമല്ലോ, സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഈ 6 രാജ്യങ്ങൾ, അവർക്ക് പൊതുവായ താല്പര്യങ്ങളുണ്ട്. അവർ പൊതുവായി ഈ മേഖലയിൽ അതാണ് നമ്മൾ ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം അവർ പൊതുവായിട്ട് ആ മേഖലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ GCCക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒമാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അതിശക്തമായ ഭാഷയിൽ ഇത് അപലപിച്ചിട്ടുണ്ട്. ഒരു എയർപോർട്ടിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇപ്പോ അതിപ്പോ ഇറാനെതിരെ അപലപിക്കാനേ നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയൂ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പിഴവ് പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കക്കെതിരെ അപലപിക്കാം എന്നാലും തീരുമാനിക്കില്ലല്ലോ. അപ്പൊ അത് ഈ പ്രദേശത്ത് നമുക്കറിയാം, ഇപ്പോ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയി യുദ്ധം ചെയ്യാൻ ഏതായാലും പറ്റില്ല. ഞങ്ങളുടെ കയ്യിൽ പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കലാണ്. അതിൽ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് $multi-million നഷ്ടം കുറഞ്ഞത് 20 എയർബേസുകൾക്കെങ്കിലും ഈ മേഖലയിലെ പശ്ചിമേഷ്യയിലെ ജോർദാനിലും ഇറാഖിലും അടക്കം, എനിക്ക് തോന്നുന്നു ജോർദാനിലും ഇറാഖിലും മാത്രമല്ല തുർക്കി അടക്കമുള്ള ഇവിടങ്ങളിലൊക്കെയോ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 20 സെന്ററുകളിലേക്ക്, 20 താവളങ്ങളിലേക്കെങ്കിലും നടത്തിയ
ആക്രമണത്തിൽ അതിശക്തമായ നാശനഷ്ടങ്ങൾ അവിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോ കഴിഞ്ഞ മണിക്കൂറുകൾ തന്നെ നടത്തിയ ആക്രമണം, അപ്പോൾ അത് കുവൈറ്റിന്റെ എയർബേസ് ആകട്ടെ, ഈ കുവൈറ്റിലെ അമേരിക്കൻ എയർബേസ് ആകട്ടെ, അലി അൽ സലീം എയർബേസ്, അവിടെ നടത്തിയ ആക്രമണം, അതുപോലെ ബഹ്റിനിലെ അഞ്ചാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്ത് നടത്തിയ ആക്രമണം, അതിന്റെയൊക്കെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ അതൊക്കെ പുറത്തു വിടുന്നുണ്ട്. ഇറാനിലെ മാധ്യമങ്ങൾ വലിയ വലിയ പ്രാധാന്യത്തോടെ അത്തരം വാർത്തകളൊക്കെ പുറത്തു വിടുന്നു. അപ്പൊ അത്തരം ആക്രമണങ്ങളെ ഒന്നും അവർ നിഷേധിക്കുന്നില്ല. അവർക്ക് അത്തരത്തിലുള്ള ബേസുകളെ മാത്രമേ നിലവിൽ ആക്രമിക്കാൻ കഴിയൂ. അവർക്ക് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇല്ല. അവർക്ക് അമേരിക്കൻ മെയിൻലാൻഡിലേക്ക് എത്തുന്ന അത്രയും ശേഷിയുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ഈ സെൻകോമിന്റെ ഭാഗമായിട്ടുള്ള ബേസുകളെ തന്നെ ആയിരിക്കും തങ്ങൾ ആക്രമിക്കുക എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാൻ. പക്ഷെ അത് ഈ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ സ്വഭാവം പല ഘട്ടങ്ങളിലും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തരുത് എന്ന് അമേരിക്കയോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഈ മേഖലയിൽ മൊത്തത്തിൽ ഇത് വലിയ പ്രശ്നമാണ്. സാമ്പത്തിക രംഗത്താകട്ടെ, അത് മറ്റെല്ലാ ടൂറിസം ആകട്ടെ, ഏത് മേഖലയെയും വല്ലാതെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആ സാഹചര്യം തന്നെയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട്. യുദ്ധം എന്ന് തന്നെ പറയണ്ട, ഈ നിലയ്ക്കുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതങ്ങനെ സംഭവിക്കുകയാണ്. അപ്പൊ ഇറാൻ ആദ്യം പറഞ്ഞ കാര്യം വളരെ വളരെ കൃത്യമാണ്. കാരണം അവർക്ക് ആണവായുധമില്ല. പക്ഷെ ആണവായുധത്തെക്കാൾ വലിയ ആയുധമാണ് അവര് കൈവശം വെച്ചിരിക്കുന്നത്. ഹോർമോസ് എന്ന് പറയുന്ന സാമ്പത്തിക ആണവായുധം. ആ സാമ്പത്തിക ആണവായുധം പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഈ 40-ാം ദിവസം 39-ാം ദിവസം രാത്രിയാണെന്ന് തോന്നുന്നു ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് 50 ദിവസം കഴിയുന്നു. ഈ 50 ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചു? 50 ദിവസം കൊണ്ട് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഖഷാമിന് നേരെ ആക്രമണം ഉണ്ടായി. ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക ഏതൊക്കെയോ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് കുറേയധികം ഈ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഈ വീരവാദങ്ങൾ മുഴക്കുന്നു. ഞങ്ങളിതാ ഹോർമൂസ് പിടിച്ചെടുക്കാൻ പോവുകയാണ്, ഞങ്ങൾ അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ പോകുന്നു, എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം വിഴുങ്ങുകയാണ്. കുറച്ചു മുമ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു, ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന സമ്പുഷ്ട യുറേനിയം മുഴുവൻ എനിക്ക് വേണം. ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് പറയുകയാണ് മറ്റൊരു രാജ്യം ഉണ്ടാക്കി വെച്ച സമ്പുഷ്ടീകരിച്ച യുറേനിയം എനിക്ക് തരൂ എന്ന് പറയാൻ മനസ്സിലാവുന്നില്ല. അപ്പൊ അമേരിക്കയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും എനിക്ക് വേണമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഭരണാധികാരിയായിട്ട് ട്രംപ് മാറുന്നു. ആ നിലയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലുള്ള വൈരുദ്ധ്യങ്ങളുടെ പെരുമഴയാണ് ട്രംപുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഓരോ പ്രസ്താവനകളും ഓരോ മിനിറ്റിലും പുറത്തു വരുന്നത്. ഒരു മാധ്യമത്തിൽ പറയുന്ന കാര്യമല്ല, ചില മിനിറ്റുകൾക്കപ്പുറത്ത് മറ്റൊരു മാധ്യമത്തോട് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നതല്ല, മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്നത്. അതല്ല അദ്ദേഹം എയർഫോഴ്സ് വണ്ണിൽ പിന്നീട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു സാഹചര്യം നവംബറിൽ അവിടെ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഇറാനെതിരെ പ്രഖ്യാപിക്കപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ജനപ്രീതിയിൽ 1% ഉയർച്ച ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എത്രയോ ശതമാനം ചിലപ്പോ ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞിട്ടുണ്ടാകാൻ മാത്രമേ സാധ്യതയുള്ളൂ. കാര്യം അമേരിക്കയുടെ അവരുടെ ഈ റിപ്പബ്ലിക്കൻസ് ചോദിക്കുന്ന, അതായത് ട്രംപിന്റെ ക്യാമ്പിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങളുടെ ഭക്ഷണത്തിനും ഞങ്ങളുടെ ഗ്യാസിനും ഞങ്ങളുടെ ഇന്ധനത്തിനും ഞങ്ങൾ പെട്രോൾ പമ്പിൽ പോയിരുന്നിട്ട് കൂടുതൽ പൈസ കൊടുത്ത് ഈ ഇന്ധനം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ എന്തിന് കൊണ്ടെത്തിച്ചു താങ്കൾ? ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടം? അമേരിക്കയിലെ ഒരു സാധാരണ പൗരന് ഇതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ചീത്തപ്പേരും ഈ വിലക്കയറ്റം മൂലം ഉണ്ടാകുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങളും അല്ലാതെ ശരാശരി സമാധാനം ആഗ്രഹിക്കുന്ന ഒരു അമേരിക്കൻ പൗരന് ഇതുകൊണ്ട് ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായെങ്കിൽ താങ്കൾ പറയൂ എന്നാണ് അവർ ചോദിക്കുന്നത്. അതെ. അപ്പോൾ ഇനിയെങ്കിലും ഈ പറഞ്ഞ പശ്ചിമേഷ്യൻ യുദ്ധം ഒരു പരിസമാപ്തിയിലെത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം മേഘ. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അതാണ് സമാധാനത്തിന്റെ ഈ ശ്രമങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. എന്നാൽ ദ ഗ്രേറ്റ് സാത്താൻ എന്നാണ് ഏറ്റവും ഒടുവിലും ഗാലിബാഫ്, അതായത് ഈ നെഗോഷിയേഷൻ ടീമിന്റെ ഹെഡും ഇറാൻ പാർലമെന്ററി സ്പീക്കറുമായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് കഴിഞ്ഞ മണിക്കൂറിലും വിശേഷിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയെ ദ ഗ്രേറ്റ് സാത്താൻ എന്നാണ്. ലോക ചരിത്രത്തിലെ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെകുത്താനാണ് അമേരിക്ക എന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഒരു സമാധാനം തന്നെയാണ് ഇറാനും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതൊട്ടും സുഖമുള്ള പരിപാടി അല്ലാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊരു തീർപ്പുണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ തന്നെ നമ്മളൊരു തീർപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും.
അതെ, ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു. താങ്ക് യു.